ഫുട്ബോൾ വെറും കളിയുടെ ഭാഷയല്ല, അതിലുപരി ഫിലോസഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒപ്പം ഇന്ന് നാം നേരിടുന്ന മറ്റു രീതിയിലുള്ള ചില ചിന്തകളെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്തുന്ന വളരെ പ്രത്യേകം ചില വിഷയങ്ങളുടെയും കേന്ദ്രമായി. കറുത്തവരെങ്ങനെ കറുത്തു? അവർ വെളുത്തവർക്ക് വേണ്ടി ചൂടിൻ്റെ കാലാവസ്ഥയും ചൂടിൻ്റെ ഭൂപ്രദേശത്തെയും അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഫുട്ബോൾ കളി മാത്രം കണ്ടാൽ പോരാ, ചരിത്രവും അതിലുള്ള ഫിലോസഫിയും ദർശനവും വിപ്ലവത്തിൻ്റെ സാഹിത്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കുക. ഫുട്ബോൾ വിമുക്തിയുടെ ലഹരിയും ആനന്ദവും ഐക്യവുമാണ്. ഫുട്ബോൾ ഈസ് ദ ഇൻടോക്സിക്കേഷൻ, ജുബിലിയേഷൻ ആൻഡ് യൂണിറ്റി ഓഫ് ലിബറേഷൻ. ഇത് സോക്കർ ദർവീഷിൻ്റെ വാക്കുകളാണ്. ഫുട്ബോൾ വിമുക്തിയുടെ ലഹരിയും ആനന്ദവുമാണ്. അതിലൂന്നി നിന്നാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പറയുന്നത് കഥയല്ല, കാര്യമാണ്. ഫുട്ബോൾ വെറും കളിയുടെ ഭാഷയല്ല, അതിലുപരി ഫിലോസഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഒപ്പം ഇന്ന് നാം നേരിടുന്ന മറ്റു രീതിയിലുള്ള ചില ചിന്തകളെ നമ്മുടെ ഉള്ളിൽ കുടിയിരുത്തുന്ന വളരെ പ്രത്യേകം ചില വിഷയങ്ങളുടെയും കേന്ദ്രമായിരുന്നു. 1966 ഇംഗ്ലണ്ടിൽ നടന്ന ഫുട്ബോളിനെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം സംസാരിച്ചത്. അന്ന് മറ്റൊരു ചരിത്രപ്രധാനമായ സംഭവം കൂടി ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ എന്നല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ, ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ എന്നല്ല, ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് കടുത്ത വർണ്ണവിവേചനത്തിൻ്റെ, കറുത്തവരോടുള്ള അങ്ങേയറ്റം ക്രൂരമായ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തെ നമ്മൾ എങ്ങനെ വായിക്കണം എന്ന് ചോദിച്ചാൽ 1975 കാലഘട്ടത്തിലാണ് കടുത്ത അപ്പാർത്തീഡിൻ്റെ വർണ്ണവെറിയുടെ ലോകത്തേക്ക് ദക്ഷിണാഫ്രിക്ക കടന്നു ചെല്ലുന്നത്, അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക വിധേയപ്പെടുന്നത്. പ്രിട്ടോറിയ കേന്ദ്രീകരിച്ച് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കാരൻ്റെ അധികാരപ്രയോഗത്തിൻ്റെ മുമ്പിൽ ചൂളിപ്പോയ ദക്ഷിണാഫ്രിക്കക്ക് അനവധി വർഷങ്ങൾ, ഒളിമ്പിക്സ് എന്നല്ല, ലോക ഫുട്ബോൾ എന്നല്ല, അനവധി വർഷങ്ങൾ അവർക്ക് ഫുട്ബോളിൽ നിന്നും വിവേചനം നേരിട്ടിട്ടുണ്ട്. കാരണം അവർ കളിക്കാൻ പറ്റൂലായിരുന്നു. വെള്ളക്കാർ അവരോട് ചെയ്ത ക്രൂരതയുടെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു ബഹിഷ്കരണം, അത് കറുത്തവരെയാണ് വാസ്തവത്തിൽ ബാധിച്ചത്. ആഫ്രിക്കയുടെ കുതിരശക്തി എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സോക്കർ ദർവീഷിൽ ഒരു ക്ലബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, എബണി ലയോൺസ്. എബണി അത് കറുപ്പിൻ്റെ വേദനയെയും സന്തോഷത്തെയും അതിൻ്റെ ആസക്തിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന പദമാണ് എബണി. ലയൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സിംഹങ്ങളാണ്, സിംഹശക്തിയാണ്. എബണി ലയോൺസ് എന്ന് പറയുന്ന ഒരു ക്ലബിനെ കേന്ദ്രീകരിച്ച് സോക്കർ ദർവീഷ് ആഫ്രിക്കയുടെ മുന്നേറ്റങ്ങളെ, അപ്പാർത്തീഡിനെതിരെയുള്ള അവരുടെ കനത്ത പ്രതിഷേധങ്ങളെ, ആ പ്രതിഷേധങ്ങളുടെ കനപ്പുകളെ എങ്ങനെ ആവിഷ്കരിച്ചു എന്ന് കഥയിൽ പറയുന്നുണ്ട്. അതിന് ഉപോത്ബലകമായിട്ട് ഞാനിവിടെ ഒരു സംഭവം പറയാം. 1966 4 കോൺഫെഡറേഷനുകളിൽ നിന്ന് 16 ടീമുകളായിരുന്നു അന്നത്തെ ലോകകപ്പിൽ കളിച്ചിരുന്നത്. ലോകപ്രസിദ്ധനായ പോർട്ടുഗലിൻ്റെ സ്ട്രൈക്കർ യൂസേബിയോ അന്ന് 9 ഗോളുകളോടുകൂടി ടോപ്പ് സ്കോററായ കളിയാണ്. ഇതൊക്കെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല, നമ്മളിന്ന് പറയുന്ന ഉത്തര കൊറിയ, വടക്കൻ കൊറിയ, ആ കാലഘട്ടത്തിൽ ഇറ്റലിയെ 1-0 പരാജയപ്പെടുത്തിയ സംഭവം ഉണ്ടായത് ആ വർഷം തന്നെയാണ്. അന്നത്തെ ഉത്തര കൊറിയ ജയിക്കുന്നതിന് വേണ്ടി ഇറ്റലിക്കെതിരെ പ്രകടിപ്പിച്ച ശൗര്യത്തിന് മറ്റൊരു പിൻബലമുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം നമ്മൾ തൊട്ടടുത്തുള്ള എപ്പിസോഡുകളിൽ കടന്നു വരും. അതിനൊരു കാരണം ഇറ്റലിയാണ്. ഇറ്റലി നമുക്കറിയാം, മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും 2006 അവർ ലോകകപ്പ് കിരീടം നേടി. അതിനുശേഷം അവരെ കണ്ടിട്ടില്ല. ചില കാരണങ്ങളുണ്ട്, അത് ഇത്തിരി പൊളിറ്റിക്സൊക്കെ ഉണ്ട് അതിന്. ഒപ്പം സ്പോർട്ടിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. എന്തായിരുന്നാലും കുറേ കാലമായി ഇറ്റലിയെ നാം ലോകകപ്പ് വേദിയിൽ കാണാറില്ല. അന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവത്തോടു കൂടിയാണ് അവർ കപ്പ് നേടുന്നത്. ഫൈനലിൽ നമുക്കറിയാമല്ലോ, 1998 ഫ്രാൻസിൻ്റെ കിരീട നേട്ടത്തിൻ്റെ ചാലകശക്തിയായിരുന്ന
സിനഡിൻ സിഡാനെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും അത് കാരണമായിട്ട് മാർക്കോ മറ്റരാസി എന്ന് പറയുന്ന ഇറ്റാലിയൻ ഡിഫൻഡർമാരിലെ അതിപ്രതിഭാധന്യനായ വ്യക്തി അദ്ദേഹം പ്രകോപിപ്പിച്ചു. അത് കാരണമായിട്ട് പിന്നെ ഒരു ഹെഡ്ബട്ട് ഇട്ട് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ഞിന് ഹെഡ്ബട്ട് ഇട്ട് കൊടുത്തു. ചുവന്ന കാർഡ് കിട്ടി, ഔട്ട് മാർച്ച് വിധിക്കപ്പെട്ടു. സിനഡിൻ സിഡാൻ പുറത്തേക്ക്. 2006 ആ കളിയുടെ ഗതി മാറി നിൽക്കുകയും സിഡാൻ പോയ ടീമിൻ്റെ ആത്മവിശ്വാസം തകരുകയും ഫ്രാൻസ് പരാജയപ്പെടുകയും ഇറ്റലി കിരീടം നേടുകയും ചെയ്തു. ഇതിന് പിന്നെ ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു ചരിത്രം. എന്നാൽ 1962 മറ്റൊരു ചരിത്രം സംഭവിച്ചിട്ടുണ്ട്. അതാണ് വടക്കൻ കൊറിയ അമിതമായ ശൂരത പ്രകടിപ്പിച്ചുകൊണ്ട് ഇറ്റലിയെ 1-0 തോൽപ്പിച്ചത്. അവിടെ നിൽക്കുന്നില്ല, വേറെയും കാര്യങ്ങൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ദക്ഷിണാഫ്രിക്ക നേരിട്ട വിവേചനം. നമുക്ക് അതിലേക്ക് പോകാം. ഇറ്റലിയുടെയും വടക്കൻ കൊറിയയുടെയും ഇറ്റലി കളിച്ച കളികളുടെ പിന്നാമ്പുറങ്ങളെ പറ്റിയൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വളരെ വേറിട്ട രീതിയിൽ തന്നെ അത് പറയാനുണ്ട്, ചർച്ച ചെയ്യാനുണ്ട്. ഈ ലോകകപ്പ് മത്സരങ്ങളിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ ടീമുകൾ, മൊറോക്കോ, തുണീഷ്യ, ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ, കോങ്കോ, കുറേ വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിനെത്തിയ കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെ മേലും ഫിഫ അടിച്ചേൽപ്പിച്ച ക്രൂരമായ നിയമം അവർക്ക് പ്ലേ ഓഫ് കളിക്കണമെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളോട് ജയിക്കണം. അഥവാ ആഫ്രിക്കക്ക് തനതായ ഒരു അസ്തിത്വം ഫിഫ വകവെച്ച് നൽകിയില്ല. ആ വകവെച്ച് നൽകാത്തത് കൊണ്ട് ഫിഫയുടെ നേരെ ഈ വിവേചനത്തിനെതിരെ അതിശക്തമായ സമരമുറകൾ ലോകത്തുണ്ടായി. 1966 ലോകകപ്പിൻ്റെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പന്ത് കളിച്ചാൽ പോരാ, കളി കണ്ടാൽ പോരാ. ആ പന്ത് കളിയുടെ കൂടെ, മൈതാനത്തിൽ ഉരുളുന്ന ബോളിൻ്റെ കൂടെ ഒരുപാട് ദർശനങ്ങളും ഒരുപാട് പൊളിറ്റിക്കൽ ഐഡിയകളും ഒപ്പം പുതിയ നമുക്ക് നവോന്മേഷം പകരുന്ന നവീനമായ ആശയങ്ങളൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അത് പലപ്പോഴും ആ ആശയങ്ങളൊക്കെ മാനവികതയുടെ പുതിയ അധ്യായങ്ങൾ രചിക്കാൻ കാരണമായിട്ടുണ്ട്. ഇവിടെ CAF, ആഫ്രിക്കൻ കോൺഫെഡറേഷൻ, 1963 തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ലോട്ടുകളുടെ ആ പരിമിതമായ അവസ്ഥ കാരണം അവർ പ്രതിഷേധിച്ചിരുന്നു. അത് പ്രതിഷേധിച്ച കാരണത്താൽ CAF-ന്റെ പ്രതിനിധിക്ക്, അദ്ദേഹത്തിൻ്റെ പേര് യിഡ്നെ കാച്ചു ടെസ്സേമക്ക് 5000 സ്വിസ് ഫ്രാങ്ക് ആ കാലഘട്ടത്തിൽ സൂറിച്ചിലെ ഫിഫ ഓഫീസ് പിഴ ഇട്ടിരുന്നു. എന്നാൽ ആഫ്രിക്ക പിഴ അടക്കുകയില്ല എന്ന് അവരുടെ കോൺഫെഡറേഷൻ അറിയിച്ചു. അതോടുകൂടി പ്രശ്നം വഷളായി. അതോടുകൂടി ആഫ്രിക്കൻ ഫെഡറേഷനെ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്താക്കി 1963. അങ്ങനെ പുറത്താക്കിയ സമയത്ത് അന്ന് ഖാർത്തൂമിലായിരുന്നു, സുഡാനിലെ ഖാർത്തൂമിലായിരുന്നു CAF-ന്റെ ഓഫീസ്. ഈ അടുത്ത കാലങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് 2000-ന് ശേഷമോ മറ്റോ ആണ് അതെന്ത് ചെയ്യുന്നത്, ഈജിപ്തിലെ കെയ്റോയിലേക്ക് മാറ്റപ്പെടുന്നത്. അങ്ങനെ ഈ ബഹിഷ്കരണത്തോടു കൂടി സംഭവിച്ചത് 1966 ആഫ്രിക്ക കോൺഫെഡറേഷനിൽ നിന്ന് കളിക്കാൻ അവസരമുള്ള രാജ്യങ്ങൾ കൂടി ആ ലോകകപ്പ് ബഹിഷ്കരിച്ചു. ആ ബഹിഷ്കരണ രീതിയുടെ കൂടെ മറ്റൊന്നുകൂടി അവർക്ക് അറിയേണ്ടി വന്നു. പുതിയ ചില നിയമങ്ങൾ കൂടി ചുമത്തിയാണ് ആഫ്രിക്കൻ കോൺഫെഡറേഷനിൽ നിന്നുള്ള കളികളെ അല്ലെങ്കിൽ കളിക്കാരെ, ടീമുകളെ ഇനി ലോകകപ്പിലേക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ള പുതിയ വൃത്താന്തം കൂടി വന്നതോടുകൂടി ആ കാലഘട്ടത്തിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ ജ്വലിച്ചു. ആ പ്രതിഷേധങ്ങൾ ജ്വലിച്ച കാലഘട്ടത്തിൽ എൻ്റെ സോക്ര ദർവേഷ്, എൻ്റെ കഥാപാത്രം, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. ആ രേഖപ്പെടുത്തിയത് ഞാനിവിടെ തൽക്കാലത്തേക്ക് ഒന്ന് വായിക്കാം, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നോക്കൂ, വെളുത്ത ശരീരത്തിലെ രക്തത്തിനേക്കാളും ചുവപ്പ് കൂടുതലുള്ളത് തൊലിപ്പുറം കറുത്തുപോയവരുടെ രക്തത്തിനാണ്. അതൊരു പ്രകൃതി നിയമമാണ്. ഇംഗ്ലണ്ടിലെ വെളുത്തവർക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിങ്ങൾ അണിനിരത്തുന്ന വെളുത്തവർക്ക് അറിയാതെ പോയ ഒരു രഹസ്യം ഞാൻ പറയട്ടെ. മനുഷ്യ സംസ്കൃതിയുടെ ഉന്നമനത്തിനായി കൊടും ചൂടിൽ വറ്റി വരളുന്ന ആരിഡ് മരുഭൂമികളിലേക്ക് കുടിയേറിയ പൂർവഗാമികളായ ചിലരുണ്ട്. കറുത്തവരെങ്ങനെ കറുത്തു? അവർ വെളുത്തവർക്ക് വേണ്ടി ചൂടിൻ്റെ കാലാവസ്ഥയെയും ചൂടിൻ്റെ ഭൂപ്രദേശത്തെയും അവർക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നു. അതിനകത്തും മനുഷ്യവംശാവലിയുടെ ചരിത്രത്തോളം പോന്ന, ആന്ത്രപ്പോളജിയുടെ ഹിസ്റ്ററിയോളം പോന്ന കുടിയേറ്റങ്ങളുടെയും പിന്തള്ളി മാറ്റലിൻ്റെയും
ശക്തമായ ക്രൂരമായ ചില കഥകൾ കൂടിയുണ്ട്. അതൊക്കെ നമ്മൾ വായിക്കണം. ആ ആന്ത്രപ്പോളജി കൂടി നമ്മൾ മനസ്സിലാക്കണം. കൊടും ചൂടിനാൽ പാകപ്പെടുത്തപ്പെട്ടവരാണ് അവർ. കൊടും ചൂടിനാൽ പാകപ്പെടുത്തപ്പെട്ട കറുത്ത ശരീരങ്ങൾക്കുള്ളിൽ അടങ്ങാത്ത ദാഹത്തോടെ പൊരുതി കളിക്കുന്ന നിങ്ങൾക്ക് കാണാനാവാത്ത മനസ്സുകളുണ്ട്. നിങ്ങൾ വെളുത്തവർക്ക് കാണാനാവാത്ത മനസ്സുകളുണ്ട്. ആ എബണി ലിയോൺസിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആ എബണി ലിയോൺസിൻ്റെ കരുത്തുറ്റ കാലുകളിൽ പന്ത് കുരുങ്ങുന്നതിനേക്കാൾ മനോഹരമായ കാഴ്ച, അവരുടെ കാലിൽ പന്ത് ഉരുളുന്നതിനേക്കാൾ മനോഹരമായ ആ ഡ്രിബ്ലിങ്ങിൻ്റെ കാഴ്ച ഈ ലോകത്ത് വേറെയില്ല. ലജ്ജയും നാണവും എന്താണെന്ന് നീ തിരിച്ചറിയാനുള്ള ശേഷി നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് വെളുത്തവൻ്റെ പന്ത് നിങ്ങൾ വെളുത്തവന് തന്നെ തട്ടിക്കൊടുത്തുകൊള്ളൂ. നിങ്ങൾ വെളുത്തവൻ്റെ പന്ത് വെളുത്തവന് തന്നെ തട്ടിക്കൊടുത്തുകൊള്ളൂ. എന്നിട്ട് ആര്യരക്തമുള്ള മനസ്സിനെ താലോലിച്ചുകൊള്ളൂ. എന്നാൽ ഒരു നാൾ തുകൽ പന്തിൻ്റെ കുലപതികൾ ആഫ്രിക്കയായി മാറും. അന്നു ബാക്കി പറയാം. ഇത് ആ കാലഘട്ടത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ തീച്ചൂളയിലേക്ക് എറിയപ്പെട്ട ഒരു ലേഖനത്തിലെ വാക്കുകളാണ്. ഇത് നോവലിൽ നിങ്ങളതിൻ്റെ ബാക്കി അതിൻ്റെ ചാരുതയും സൗന്ദര്യവും ഒക്കെ നിങ്ങൾ നോവൽ വായിച്ച് തിരിച്ചറിയുക. എന്നാൽ ആ വാക്കുകൾ ഇടുത്തിയായി മാറി. ആഫ്രിക്കൻ കോൺഫെഡറേഷനിലെ 15 രാജ്യങ്ങൾ, അന്ന് 15 രാജ്യങ്ങളാണ് മെമ്പർഷിപ്പ് എടുത്തിരുന്നത്. അവർ യോഗ്യതാ മത്സരങ്ങളും മറ്റും എല്ലാം ബഹിഷ്കരിച്ചു. അതൊരു വലിയ ഇതിഹാസമായി. ആ ബഹിഷ്കരണം ഫിഫയുടെ മുമ്പിൽ ഒരു നിർണായകമായ വെല്ലുവിളി തന്നെയായിരുന്നു. ഫിഫ ഒരു കമ്പനിയാണ്, ഒരു കോൺഫെഡറേഷനാണ്, ഒപ്പം അസോസിയേഷനാണ്, ഒപ്പം അതൊരു കമ്പനി കൂടിയാണ്, ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ കൂടിയാണ്. നൈക്ക്, പോളോ, അഡിഡാസ് പോലെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരാൽ താങ്ങി നിർത്തപ്പെടുന്ന, ലോകത്തിലെ സ്പോർട്ടിംഗ് കമ്പനികളാൽ താങ്ങി നിർത്തപ്പെടുന്ന ഒരുപാട് സാമ്രാജ്യത്വ താല്പര്യങ്ങളുള്ള ഒരു കമ്പനിയാണ് ഫിഫ. പക്ഷേ ഫിഫയെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റം പറയുന്നില്ല. കാരണം മാനവികമായ ഒരു കേളി സൗഹൃദം അത് പരിചയപ്പെടുത്തിയത് ഫിഫയാണ്. അതിനകത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഫ്രീമേസൺ കോൺസ്പിരസി അതൊക്കെ ഉണ്ടെങ്കിൽ പോലും മാനവികതയെ ഒരു പുതിയ സമന്വയത്തിൻ്റെ, ഹാർമണിയുടെ അധ്യായത്തിലേക്ക് കൊണ്ടുവന്നത് ഫിഫയാണ് എന്നതിനാൽ പിന്തുണക്കാതെ നിർവാഹമില്ല. അതിൽ വേണ്ട ഭേദഗതികൾ, മാറ്റത്തിരുത്തലുകൾ നമ്മൾ ആവശ്യപ്പെടണം എന്ന് മാത്രം. എന്തായിരുന്നാലും ആഗോള ഫുട്ബോൾ രാഷ്ട്രീയത്തിലെ വിവേചനത്തെ വെല്ലുവിളിക്കാനും ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള മത്സരങ്ങളിൽ ശക്തമായ ഇടം തങ്ങൾക്ക് വേണം എന്ന് ഉറപ്പിക്കാനുമുള്ള ആഫ്രിക്കയുടെ വിപ്ലവദാഹം അന്ന് ലോകത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തി. അലയോലികൾ അന്നത്തെ 1966 ഇംഗ്ലണ്ടിലും ഉണ്ടായി. കളി നടക്കുന്ന ഇടങ്ങളിൽ ഫിഫയുടെ കൊടികൾ, ഫിഫയ്ക്ക് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കൊടികളാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ആ കൊടികൾ തീച്ചൂട്ടുകളാക്കി ആളുകൾ ഗ്യാലറിയിൽ വീശി. അത് ഇംഗ്ലണ്ടിലെ കളിയിൽ ഉണ്ടായ സംഭവമാണ്. ഗ്യാലറിയിൽ അങ്ങനെ വീശി. ആംസ്റ്റർഡാമിൽ നിന്നെത്തിയ ഡച്ച് പട നെതർലാൻഡ്സ് എപ്പോഴും മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന അയാക്സ് ക്ലബും യോർഹാൻ ക്രൈഫും ഒക്കെ ചരിത്രം, അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. അവരതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. അവരെന്ത് ചെയ്തു? ഗാലറികളിൽ പലപ്പോഴായി വർണ്ണവിവേചനത്തിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി. കളി നടക്കുമ്പോൾ പ്ലക്കാർഡുകൾ വേറിട്ട സമയങ്ങളിൽ അവർ ഉയർത്തി. അതോടുകൂടി ഫിഫയ്ക്കെതിരെ ഗാലറികളിൽ രോഷം പുകഞ്ഞു. അമേരിക്കൻ കവിയായ പോൾ റോബ്സന്റെയും നൈജീരിയൻ വിപ്ലവ കവി കെൻസാരോ വിവയുടെയും ചിലിയിലെ കവി പാബ്ലോ നെരൂദയുടെയും അതോടൊപ്പം തന്നെ അടിമത്തത്തിൽ നിന്ന് വിമുക്തനായ ക്യൂബൻ വിപ്ലവ സാഹിത്യകാരൻ എസ്തബാൻ മോണ്ടിജോ, അദ്ദേഹത്തിൻ്റെയൊക്കെ അടിമയുടെ ആത്മകഥയൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് എസ്തബാൻ മോണ്ടിജോ. അതോടൊപ്പം നമ്മുടെ പാട്ടുകാരനായ ബോബ് മാർലി, അവരുടെയൊക്കെ തൂലികൾ തീതുപ്പി, ആ കാലഘട്ടത്തിൽ തീതുപ്പി. കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി ആഫ്രിക്കൻ ഗായകരായ മറിയം മക്കേബയും ലെറ്റ എംബുലുവും ചേർന്ന് അന്ന് ഫിഫയ്ക്കെതിരെ ഒരു ചാട്ടുളി എറിഞ്ഞുകൊണ്ട് ഒരു ഡ്യുവറ്റ് പാടി. ഒടുവിൽ തപിക്കുന്ന ആഫ്രിക്കൻ മനസ്സുകളുടെ സിംഹഗർജനം ഫിഫയെ അലോസരപ്പെടുത്തി. ഫിഫ മമതയിലേക്ക് വന്നു, അവരെ സമ്മതിപ്പിച്ചു. ആഫ്രിക്കയുടെ മണ്ണിന് അതിശക്തമായ സ്ലോട്ട് വേണം എന്ന ആവശ്യത്തിന് മുമ്പിൽ ഫിഫ മുട്ടുമടക്കി. ഇതൊരു ചരിത്രമാണ്. അല്പം ദീർഘിച്ചു പോയി. പക്ഷേ ഈ ചരിത്രം ഇങ്ങനെ പറയാതെ നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ നടക്കുക. ഈ ലോകകപ്പ് ഫുട്ബോൾ, ഈ അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൽ ആഫ്രിക്കക്കാരനായ ഒരു വ്യക്തി, ഒരു റഫറിയെ, ഒമർ അർത്താൻ എന്ന് പറയുന്ന സോമാലിയൻ റഫറിയെ അവർ പുറന്തള്ളി. ഉക്രൈനെ ആക്രമിച്ചു എന്നൊരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് അവർ റഷ്യക്ക് സ്ലോട്ട് കൊടുത്തില്ല. നമുക്കറിയാലോ. അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഫലസ്തീനെയും ലബനാനെയും ഇറാനെയും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിനെതിരെ ഒരു സ്ലോട്ട് വിലക്കാൻ ഫിഫയ്ക്ക് സാധിക്കുന്നില്ല. ഇനി ചില രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയൊക്കെ ചില കഥകൾ പറയാനുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഈ ഫിഫയുടെ ചില തീരുമാനങ്ങളിലുള്ള വിവേചന ബോധം അത് എത്രത്തോളം പരുഷമാണ്, ക്രൂരമാണ് എന്നുകൂടി നിങ്ങൾ ആലോചിക്കുക. എന്തായിരുന്നാലും ഇന്ന് ഫുട്ബോൾ ലോകത്തെ നോക്കൂ.
ആഫ്രിക്കയുടെ ആ കുതിര ശക്തി പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഫുട്ബോളിലൂടെ ഉണ്ടായ മൈഗ്രേഷനിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്ത് ജോലി ചെയ്തിട്ടും പണം കിട്ടില്ല, പക്ഷെ പന്ത് കളിച്ചാൽ പണം കിട്ടും. ഞാൻ ഇന്ന് സംസാരിക്കുന്ന എൻ്റെ നാട്ടിൽ പെരിന്തൽമണ്ണയിൽ വരെ ആഫ്രിക്കയിൽ, നൈജീരിയയിൽ നിന്നും, എത്യോപ്യയിൽ നിന്നും, സുഡാനിൽ നിന്നും ഒക്കെ വന്ന് കളിക്കുന്ന കളിക്കാരെ ഏതാണ്ട് ഒരു 35 വർഷം മുമ്പ് മുതലേ ഞാനൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കേരളത്തിലൊരു സിനിമയുണ്ടായി അല്ലേ, സുഡാനി ഫ്രം നൈജീരിയ. ആ സിനിമയുടെ പിന്നാമ്പുറ കഥ എന്താണ്? ഒരു സുഡാനി അല്ലെങ്കിൽ നൈജീരിയക്കാരൻ. ആ സിനിമക്കകത്ത് ഏത് നാട്ടുകാരനാണെന്ന് അതിന് കൃത്യപ്പെടുത്തി പറയുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ നാട്ടിൻ്റെ നാടൻ ഭാഷയിൽ സുഡാനി ഫ്രം നൈജീരിയയിൽ നിന്നുള്ള ഒരു സുഡാനി വന്ന് ഇവിടെ കളിച്ചതിനെ സംബന്ധിച്ചുണ്ടായ ഒരു കേസാണ് ആ സിനിമയുടെ കഥാതന്തു. എന്തായിരുന്നാലും ആ ഒരു സിനിമയുണ്ടായി. അങ്ങനെ ഒരുപാട് ആവിഷ്കാരങ്ങളുണ്ടായി. ഇന്നൊന്ന് നോക്കൂ, ഇന്നത്തെ ലോക ഫുട്ബോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വരെ നമുക്ക് നോക്കൂ. ജോൺ ബാർണസ്, റോജർ മില്ലയ്ക്ക് ഓർമ്മയുണ്ടല്ലോ, സാമുവൽ എറ്റു, മൈക്കൽ എസ്സിയൻ, അസമോവ ഗ്യാൻ, ദിദിയർ ദ്രോഗ്ബ, സാദിയോ മാനെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മരിയോ ബലേട്ടല്ലി കളിയിൽ ഗോളടിച്ചതിന് ശേഷം അദ്ദേഹം ഒരു കുരങ്ങനെ പോലെ നിന്നു. വർണ്ണവിവേചനത്തിനെതിരെ അതിശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. പോൾ പോഗ്ബ, എങ്കോളോ കാൻഡെ ഫ്രാൻസിന്റെ അതിശക്തനായ ഒരു പോരാളിയാണ്. അതോടൊപ്പം റഹീം സ്റ്റെർലിംഗ്, ഇംഗ്ലണ്ടിൽ കളിച്ചിരുന്ന റഹീം സ്റ്റെർലിംഗ്, ജെ ഒക്കോച്ച, അഡബേയർ, യായ ടൂറെ, ലിലിയൻ തുറാം. ഇപ്പോഴും ഒരു ലിലിയൻ തുറാം ഫ്രാൻസിലുണ്ട്. പണ്ട് ഒരു ലിലിയൻ തുറാം ഉണ്ടായിരുന്നു, ഇപ്പോൾ രണ്ടാമനുമുണ്ട്. തിയറി ഒൻഡി, ഫ്രാൻസിന്റെ ചാട്ടുളിയായിരുന്ന തിയറി ഒൻഡി, ഫ്ലോറന്റ് മൗലൂദ, മെക്കലേല, ഉസ്മാൻ ഡെംബലെ, ബലന്തിയോർ ജേതാവായ ഉസ്മാൻ ഡെംബലെ, മാർക്കസ് റാഷ്ഫോർഡ്, സാക്ക, അങ്ങനെ 100 കണക്കിന് പേർ ചേർന്ന ആഫ്രിക്കയുടെ ആ കുതിരശക്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഫുട്ബോൾ എത്ര വെറുപ്പിച്ചേനെ. വെളുപ്പിനെ മാത്രം കണ്ട് നമ്മൾ സഹികെടുമായിരുന്നു. ആ വെളുപ്പിനിടയിൽ കറുപ്പിൻ്റെ വർണ്ണരാജിയെ സ്വയം തിരുകിക്കയറ്റുന്നതിന്, സ്വയം പ്രവേശിപ്പിക്കുന്നതിന് അന്ന് ആഫ്രിക്കയുടെ ആ ഒരു വിപ്ലവദാഹം അല്ലെങ്കിൽ പരിവർത്തനത്തിന് വേണ്ടിയുള്ള അവരുടെ ദാഹം കാരണമായിട്ടുണ്ട്. ഫുട്ബോൾ കളി മാത്രം കണ്ടാൽ പോരാ, ചരിത്രവും അതിലുള്ള ഫിലോസഫിയും ദർശനവും വിപ്ലവത്തിൻ്റെ സാഹിത്യങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കുക. അതിനകത്ത് ആന്ത്രപ്പോളജിയുടെയും ചരിത്ര രചനാരീതിയുടെയും ഒക്കെ ഒരുപാട് അടരുകളുണ്ട്, പരിശോധിക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരാം. നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിവേകപരമായ അഭിപ്രായങ്ങൾ, വിവേകരഹിതമായ അഭിപ്രായങ്ങൾ വേണമെന്ന് പറയുന്നില്ല, വിവേകപരമായ അഭിപ്രായങ്ങൾ ഇവിടെ കൂടുതലായി രേഖപ്പെടുത്തുക എന്ന് അഭിപ്രായപ്പെട്ട് നിർത്തുന്നു.